ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാരെ, ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മഴ വരുന്നതും കാത്ത് അത് ഭൂമിയുടെ ഗർഭപാത്രത്തിൽ ഉറങ്ങിക്കിടക്കും. മഴത്തുള്ളികൾ വന്ന് വിളിച്ചുണർത്തുമ്പോൾ വിത്ത് മുളച്ച് വേരും ഇലയും വിരിഞ്ഞ് ചെടിയാവുന്നു. മഴയും വെയിലുമേറ്റത് വളരുന്നു. വർഷകാലം കഴിഞ്ഞാൽ ശരത്കാലമായി. തെളിഞ്ഞ പകൽ, നിലാവുള്ള രാത്രി. ചെടിയിൽ ധാരാളം തളിരുകൾ. ഇളംകാറ്റിൽ ഇലകൾ വിടർത്തി നൃത്തം ചെയ്യുന്ന ചെടിയെ നോക്കി നിൽക്കാൻ എന്ത് രസം. പിന്നെ കുളിരും മഞ്ഞുമുള്ള തണുപ്പുകാലം വരുന്നു. ഇലകളിൽ വെയിൽ തട്ടാത്തതിൻ്റെ വിളർച്ച, ചെടിക്കും ചെറുതായി ഒരു തളർച്ച. എന്നാൽ അത് വരാനിരിക്കുന്ന വസന്തകാലത്തിൻ്റെ തയ്യാറെടുപ്പാണ്. വൈകാതെ അത് പൂക്കാൻ തുടങ്ങുന്നു. തളിരിലകൾക്കിടയിൽ തിരിനീട്ടുന്ന പൂമൊട്ടുകൾ. പൂക്കളുടെ നിറവും മണവും മധുവും ചെടിയെ ഒരു ദേവതയാക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞാൽ വേനലായി. വേനലിൽ പൂക്കൾ വാടിക്കരിയും. പക്ഷേ അത് ചെടിയെ ഒരമ്മയാക്കി മാറ്റും. നിറയെ കായ്കളുമായി അങ്ങനെ നിൽക്കുകയാണ് ആ അമ്മ. ഓരോ കായും പാകമായി പഴുത്ത് വിത്തായി മാറി മണ്ണിൽ വീഴുന്നു. ആ വിത്തുകൾ വീണ്ടും മഴ കാത്തു കിടക്കുകയായി. ഈ ചെടിയുടെ കഥ പോലെയല്ലേ നമ്മുടെ ജീവിതം? ജനനവും ശൈശവവും വർഷകാലം, വളരുന്ന ബാല്യം ശരത്കാലം, പ്രതിസന്ധികൾ നിറഞ്ഞ കൗമാരമാണ് ഹേമന്തവും ശിശിരവും. തുടർന്ന് യൗവനത്തിൻ്റെ വസന്തകാലമെത്തും. അത് കഴിഞ്ഞാൽ വരുന്ന വാർദ്ധക്യമാണ് വേനൽക്കാലം. ചെടികൾക്ക് ഒരു വർഷം കൊണ്ട് ഇതെല്ലാം അനുഭവിക്കാം. എന്നാൽ മനുഷ്യർക്ക് 60-70 വർഷം വേണ്ടി വരുന്നു. നിങ്ങളിപ്പോൾ ബാല്യത്തിൻ്റെ ശരത്കാലത്തിലാണ്. ഉത്സാഹവും സന്തോഷവും കുറുമ്പും കുസൃതിയുമുള്ള കുട്ടിക്കാലം. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം കൂടിയാണിത്. തളിരുകൾ പോലെ നിങ്ങളിൽ ഭാവനകൾ ഉണരും. കുട്ടിക്കാലത്തെ ഭാവനകളാണ് പിന്നീട് സ്വപ്നമായും ലക്ഷ്യമായും വികസിക്കുന്നത്. മഹത്തായ ജീവിതം രൂപപ്പെടുന്നത് കുട്ടിക്കാലത്തെ കളിമുറ്റങ്ങളിൽ നിന്നാണ്. ഇടശ്ശേരി എഴുതിയ ഒരു കവിത കൂടി പരിചയപ്പെടാം. ഒരു തേന്മാവ് ധാരാളം പൂക്കൾ ഉണ്ടാവാൻ വസന്തദേവനോട് പ്രാർത്ഥിച്ചു. ദേവൻ അനുഗ്രഹിച്ചു. അങ്ങനെ മാവ് അടിമുടി പൂത്തു. ഒരു പൂവ് പോലും പൊഴിഞ്ഞു പോകാതെ നിറയെ ഉണ്ണികൾ വിരിഞ്ഞു. ഒന്നുപോലും കേടുവരാതെ വളർന്നും വന്നു. വേനൽക്കാലം ആ പച്ചക്കനികളെ സുവർണ ശോഭയുള്ള മാമ്പഴങ്ങളാക്കി. അപ്പോഴേക്കും 1000 അണ്ണാർക്കണ്ണന്മാരും കിളികളും ആർത്തുവന്നു. നാട്ടിലെ കുട്ടികളെല്ലാം ആ മാവിൻ ചുവട്ടിൽ സ്ഥിരതാമസമാക്കി. കളിയും ചിരിയും ആ നിറഞ്ഞ ഉത്സവപ്പറമ്പ് പോലെയായി ആ പരിസരം. അടുത്തൊരിടത്ത് വഴിപ്പണിക്കായി കൂട്ടിയിട്ട കൽക്കഷണങ്ങൾക്ക് നിലത്തിരിക്കാൻ വയ്യെന്നായി. അവയ്ക്കെല്ലാം ചിറകുമുളച്ചു. വഴിപോക്കർ ആ മാവിനെ എത്രയോ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഫലമെല്ലാം തീർന്ന് ഇലയും കൊഴിഞ്ഞ് കൊമ്പുകൾ ഒടിഞ്ഞ് ആ മാവ് വികൃതമായി. അപ്പോഴേക്കും അടുത്ത വസന്തം വരവായി. മാവ് വീണ്ടും വസന്തദേവനോട് പൂക്കൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു. വസന്തത്തിന് ദേഷ്യം വന്നു. ഇത്രയുമൊക്കെ വേദന സഹിച്ചത് പോരെ? പൂക്കളും പഴങ്ങളും ഉണ്ടായാൽ ഇനിയും ഏറുകൊള്ളേണ്ടി വരില്ലേ? മാവ് ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, മാമ്പഴം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സുഖം എത്ര വലുതാണ്. അതിനുവേണ്ടി ഏറുകൊള്ളുന്ന വേദന സഹിക്കാവുന്നതേയുള്ളൂ. കൊടുക്കാൻ ഒന്നുമില്ലാത്ത മരത്തിൻ്റെ സങ്കടത്തെക്കാൾ ചെറുതാണ് കൊടുക്കാൻ വേണ്ടി ഏറുകൊള്ളുന്ന തേന്മാവിൻ്റെ വേദന. ഈ കവിത നിങ്ങളിൽ ചിലർ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ കുറേ വിമർശനങ്ങൾ നേരിടേണ്ടതായും വരാം. അത് ഭയന്ന് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് ശരിയല്ല. ഇങ്ങോട്ട് കല്ലേറ് കിട്ടിയാലും അങ്ങോട്ട് മധുരമുള്ള പഴങ്ങൾ കൊടുക്കണം. കൊടുക്കുന്നതിൻ്റെ സന്തോഷം ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനേക്കാൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ജീവിതം സുന്ദരമാവുന്നത്. ഇപ്പോൾ ഇത് വസന്തകാലമാണ്. നിങ്ങൾക്ക് ചുറ്റും എത്രയെത്ര നിറമുള്ള പൂക്കൾ വിടർന്നു നിൽക്കുന്നു. തേനീച്ചകളും ചിത്രശലഭങ്ങളും ഉല്ലാസ നൃത്തം നടത്തുകയാണ്.
പ്രപഞ്ചത്തിനാകെ എന്തൊരു സൗന്ദര്യം! മാവ് പ്രാർത്ഥിച്ചതുപോലെ ഈ വസന്തകാലത്തിനോട് നിങ്ങളും പ്രാർത്ഥിക്കുമോ? ഈ ഭൂമിക്കും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം നല്ല സമ്മാനങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കണം. കവിതകൾ കൊണ്ട്, കലാവിദ്യകൾ കൊണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, സാമൂഹ്യ സേവനം കൊണ്ട് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടി സ്വയം വേദന സഹിക്കാൻ കഴിയണം. അതിനുള്ള സിദ്ധികൾ നമ്മിൽ രൂപപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുക. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കാൻ ഈ ദിനാചരണം പ്രേരണയാവണം. മലയാള ഭാഷയെക്കുറിച്ച് വർണ്ണിക്കുന്ന കവിതാഭാഗങ്ങൾ ശേഖരിക്കുക. ആ വരികൾ ഹൃദിസ്ഥമാക്കുക. അതുപോലെയുള്ള കവിത സ്വയം രചിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിലും ഗോകുലത്തിലും മാതൃഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നല്ല പ്രവർത്തനം നടപ്പാക്കണം. മയിൽപ്പീലി വായിക്കുന്ന കൂട്ടുകാർ അതിന് നേതൃത്വം നൽകണം. അത്തരം നല്ല വാർത്തകളും ചിത്രങ്ങളും മയിൽപ്പീലിക്ക് അയച്ചു തരാനും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും മികച്ച പരീക്ഷാ വിജയം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, ഗോപിച്ചേട്ടൻ. നല്ലൊരു നാടിൻ കഥ കേൾക്കാം.